എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ദൈവത്തിൻ്റെ കാര്യം സാധിപ്പിക്കാനാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കാനാണ്. പുത്രൻ തമ്പുരാൻ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ വേല തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് വേല തികയ്ക്കാനാണ്. അതെ, വെറുതെ അത് പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിയില്ല, അയച്ച കാര്യം സാധിച്ചെടുത്തു. ക്രൂശിൽ കിടന്ന് പുത്രൻ തമ്പുരാൻ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ആ നിലവിളിക്ക് മുൻപിൽ പിതാവാം ദൈവം മൗനമായി നിൽക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി പുത്രൻ തമ്പുരാൻ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അത് വെറുതെ മടങ്ങിയില്ല, അയച്ച കാര്യം സാധിപ്പിച്ചു. അതിവേദനയുടെ നടുവിൽ ക്രൂശിൽ കിടന്ന് അവൻ നമ്മെ ഓരോരുത്തരെയും കണ്ടു, അവൻ സന്തതിയെ കണ്ടു. ദൈവത്തിൻ്റെ വചനം അത് വെറുതെ പുറപ്പെട്ടതല്ല, വെറുതെ മടങ്ങുകയുമില്ല. ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്. ആ പദ്ധതി നടപ്പാകാതെ വചനം തിരിച്ചു മടങ്ങുകയില്ല. പുത്രൻ തമ്പുരാൻ ലോകത്തിലേക്ക് വന്നത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് കാൽവറിയിൽ യാഗമായി, മരണഭാഷ്യങ്ങളെ അടിച്ചുകൊണ്ട്, പാതാള ഗോപുരങ്ങളെ തകർത്തുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു നമുക്കോരോരുത്തർക്കും പാപമോചനം നൽകിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന ദൈവം പൈതലേ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വചനമുണ്ട്. നിന്റെ ഹൃദയത്തെ എപ്പോഴും തൊട്ടുണർത്തുന്ന വചനം, നിന്നെ ചലിപ്പിക്കുന്ന വചനം, നിന്നെ ജീവിപ്പിക്കുന്ന വചനം. അത് വെറുതെ നിന്നിലേക്ക് വന്നു എന്ന് കരുതിയോ? വെറുതെയാണോ പല വീടുകളെയും മറികടന്ന്, പല വ്യക്തികളെയും മറികടന്ന് ഒരു തെരഞ്ഞെടുപ്പ് നിന്റെ വീട്ടിൽ വന്നത്? ആയിരങ്ങളുടെ ഇടയിൽ നിന്നാണ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നിന്റെ വീട്ടിൽ വന്നത്, വചനം വന്നത്. അത് വെറുതെ അല്ല കേട്ടോ. ഇന്നത്തെ നിന്റെ സാഹചര്യങ്ങളെ ഒന്നും കണ്ട് നീ ഭാരപ്പെടണ്ട, നീ വിഷമിക്കണ്ട. നീ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടവനാണ്. നിന്റെ പ്രകാശം വന്നിരിക്കുകയാണ്. ഇന്ന് പകൽ നീ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ നടുവിൽ, മനുഷ്യരുടെ വാക്കുകളുടെ നടുവിൽ തളർന്നു കിടക്കരുത്. വചനം വന്നിട്ടുണ്ടെങ്കിൽ, ദൈവമാണ് വചനം അയച്ചതെങ്കിൽ, ദൈവം അയച്ച കാര്യം നിന്റെ ജീവിതത്തിൽ ദൈവം സാധിപ്പിച്ചിരിക്കും. വചനം നിന്നെ പണിതിരിക്കും, നിന്റെ കുടുംബത്തെ പണിതിരിക്കും. ദൈവം എന്താണ് ആ വചനം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് മുഴുവനും വെളിപ്പെട്ടിരിക്കും. അത് നിന്നിൽ തന്നെ ഒതുങ്ങുമെന്നും ചിന്തിക്കേണ്ട. അതൊരു നദി പോലെ നിന്റെ ദേശത്തിലേക്ക് ഒഴുകാൻ തുടങ്ങുകയാണ്. നീ കടന്നു ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണികൾക്ക് ജീവനുണ്ടാകാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചേറ്റെടുക്കൂ. വചനം വെറുതെ വന്നതല്ല. ദൈവത്തിന് നിന്നെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട്. ദൈവം ആഗ്രഹിച്ച കാര്യം, നിന്നെക്കുറിച്ച് ദൈവം നിർണയിച്ചിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെട്ടിരിക്കും. അതിനൊരു മാറ്റവുമില്ല പ്രിയപ്പെട്ടവരെ. അതിനെ തടയുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടിന്ന് പകൽ വിശ്വസിച്ചേറ്റെടുക്കുക. ദൈവത്തിൻ്റെ വെളിച്ചം എൻ്റെ വീട്ടിൽ വന്നത് അത് ദൈവത്തിൻ്റെ കാര്യം സാധിപ്പിക്കാനാണ്. ദൈവത്തിൻ്റെ പദ്ധതി ശക്തിയോടെ വെളിപ്പെടാൻ പോകുന്നു. വിശ്വസിച്ചേറ്റെടുക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.